A true yogi sees without looking, knows everything without going anywhere, achieves everything without doing anything. നാം ജീവിതത്തിൽ നിത്യേന കാണുകയും കേൾക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്യുന്നതിനപ്പുറം നമുക്കിനിയും പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കാത്ത, ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത, അജ്ഞാതവും ദുരൂഹവുമായ ഏറെ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലും ഭൂമിയിലും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 5000 വർഷങ്ങളായി മൃതദേഹങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഈജിപ്തിലെ പിരമിഡുകളും കപ്പലുകളും വിമാനങ്ങളും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ബർമുഡ ട്രയാങ്കിൾ എന്ന കടൽച്ചുഴി, ഏതാനും നൂറ്റാണ്ടുകൾ ജീവിച്ച ശേഷം വളരെ വികസിച്ച് ചരിത്രകാരന്മാരെ കൂടി അതിശയിപ്പിച്ചുകൊണ്ട് കൂട്ടത്തോടെ പൊടുന്നനെ അപ്രത്യക്ഷമായ തെക്കേ അമേരിക്കയിലെ അസറ്റിക് എന്ന് വിളിക്കുന്ന മയന്മാർ തുടങ്ങിയവ ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇത്തരം അത്ഭുതകരമായ വിഷയങ്ങളെ മാന്യപ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു പുതിയ പരമ്പരയാണ് മിസ്റ്ററീസ് ആൻഡ് മിറക്കിൾസ്. റൈഫിൾ ഷൂട്ടിംഗ്, ഹാം റേഡിയോ, ഇന്റർനാഷണൽ റേഡിയോ ലിസണിംഗ്, ഫോട്ടോഗ്രഫി, ടാരറ്റ് കാർഡ് പ്രവചനം, ജ്യോതിശാസ്ത്രം, സംഖ്യാശാസ്ത്രം, ക്രിസ്റ്റൽ ഹീലിംഗ്, പിരമിഡ് ഹീലിംഗ് എന്നിങ്ങനെ അനേകം മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള പ്രശസ്ത റേക്കി മാസ്റ്ററായ കോങ്ങാട് ചാത്തംകുളം സ്വദേശി CM സുരേഷ് കുമാറാണ്. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഈ റേക്കിയിലെ ഈ വേർഡ് പവർ ഉണ്ട്. റേക്കി പഠിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകളുടെ പവറിനെ കുറിച്ച് നല്ലപോലെ അവെയർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം ഞാൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യണം. കാരണം മുമ്പൊരിക്കലും ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ അതേ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ സ്വയം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. നിങ്ങളുടെ മുന്നിൽ ചെറുനാരങ്ങ ഉണ്ട്, ഒന്ന് സങ്കല്പിക്കുക. ചെറുനാരങ്ങ അല്ലെങ്കിൽ പുളിമാങ്ങ ഉണ്ട്. പുളിമാങ്ങയും ചെറുനാരങ്ങയും കുറച്ച് പുളിയും ഇവിടെ ഉണ്ടെന്ന് വയ്ക്കും. ഇതിനെ നമ്മളെടുത്ത് ഉപ്പെല്ലാം കൂട്ടി ശകലം ഉപ്പൊക്കെ പൊടിയൊക്കെ ഇട്ട് ചെറുനാരങ്ങ കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉപ്പിടുന്നു, അതിനകത്ത് പുളിയെടുക്കുന്നു, അല്ലെങ്കിൽ പുളിയിൽ ഉപ്പിട്ട ശേഷം തിന്നുന്നതൊന്ന് സങ്കല്പിച്ച് നോക്കും, ഒന്ന് ആലോചിച്ച് നോക്കും. ഈ പറയുമ്പോഴത്തേക്ക് തന്നെ വായിന്ന് വെള്ളം വന്ന് കാണും. കാരണം ഒരു ചിന്തയ്ക്ക് അല്ലെങ്കിൽ ഒരു വാക്കിനൊക്കെ അത്രമാത്രം ശക്തിയുണ്ട്. ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് ഉണ്ടാക്കുന്ന ചിന്ത, ആ ചിന്ത ഉണ്ടാക്കുന്ന ഇമോഷൻസ്, അത് നമ്മളെ എൻഡോക്രൈൻ ഗ്ലാൻസിനെ പ്രവർത്തിപ്പിച്ചിട്ട് ശരീരത്തിനകത്ത് കെമിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ സ്രവങ്ങൾ ഉണ്ടാക്കാനുള്ള ശക്തി ഒരു വാക്കിന് പോലും ഉണ്ട്. ഇതാണ് വേർഡ് പവർ എന്ന് പറയുന്നത്, വാക്കിൻ്റെ ശക്തി. അതുകൊണ്ട് നമ്മൾ പരമാവധി റേക്കിയിലെ ഒരു ചിന്താ പദ്ധതി എന്താണെന്ന് വെച്ചാൽ പരമാവധി കഴിയുന്നതും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക സംസാരത്തിനിടയിൽ. ഇപ്പോൾ നമുക്ക് പറ്റാത്ത ആൾക്കാർ കയറി വരുന്നു, അല്ലെങ്കിൽ കടയിലേക്ക് കയറി വന്നാൽ ചില ആൾക്കാർ പറയും, ഓ ശല്യമായി. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും, ഒരാൾ വരുന്നതിൻ്റെ തലവേദന. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും നാശം. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയും. ഈ നേരത്തെ പറഞ്ഞ പോലെ ചെറുനാരങ്ങ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ നാവിനകത്ത് ഉമിനീര് ഉണ്ടായതുപോലെ നമ്മൾ ഈ നെഗറ്റീവ് സെൻസിൽ ഇപ്പോൾ തലവേദന എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് നമുക്ക് തലവേദനയായി വന്നേക്കാം. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ നെഗറ്റീവ് വാക്കുകൾ നമ്മളെ ജീവിതത്തിൽ ബാധിച്ചേക്കാം. അതുകൊണ്ട് വേർഡിന് അപാരമായിട്ടുള്ള പവറുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും വേർഡ് പവർ അതിന് മനസ്സിലാക്കിയിട്ട് കഴിയുന്ന നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക. ചീത്ത നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുന്നത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് റേക്കിയുടെ ഒരു പ്രിൻസിപ്പിളാണ്.